അച്ഛനെയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മള് ചെട്ടനാട് പെൻഡൻ സെറ്റ്സിന്റെ ലൈവാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ചെട്ടനാട് പെൻഡൻ സെറ്റ്സ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെട്ടനാട് പെൻഡൻ സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ്. ചെട്ടനാട് പെൻഡൻ സെറ്റ്സ് എന്ന് ചെട്ടനാട് പെൻഡന്റ് മാത്രമല്ല ചെയിനും കൂടെ ചേർന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഞാനും ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ലൈവിലുള്ളവരൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റും ചെയ്യുക. ഞാൻ അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കട്ടെ. ഉള്ളവരൊന്ന് കമന്റ് ചെയ്യണേ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ലൈവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. माया मेनन पढ़िए हाई. विनीता हाई. पुष्पा राजेश हाई. राजलक्ष्मी हाई. इंदु जीएस हाई. ഒരു മിനിറ്റ്. പത്ത് 16 സെറ്റേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. ജിലു മേനോൻ ഹായ്. നിത കുമാരി ഹായ്. ഒരു മിനിറ്റ്, ഞാൻ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. കാരണം ഇൻസ്റ്റയിൽ കുറച്ച് പേര് ഇൻസ്റ്റയില് ലിങ്ക് കണ്ട് നമ്മുടെ ഇതിൽ കയറാറുണ്ട്, വാട്സാപ്പിൽ എന്തായാലും പേര് FB വഴി കയറാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യാം, മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. അത് തന്നെ, വാലന്റൈൻസ് ഡേ ഒക്കെ ഇപ്പൊ ആരും ഉറക്കും. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. രജിത ഹായ്. കുറെ നാളായല്ലോ കണ്ടിട്ട് രജിതയുടെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി വൈസും അങ്ങനെ തന്നെ ആയിരിക്കും. വിത്തിൻ 1000 റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് എല്ലാം കാണിക്കുന്നത്. എല്ലാം 1000 അണ്ടറിനകത്തുള്ള. 1000 അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രൈസ് 970 ആണെന്ന് തോന്നുന്നു. അതെ, ഒരെണ്ണം എന്തോ ഉള്ളൂ, രണ്ടെണ്ണം എന്തോ ഉള്ളൂ ആ റേഞ്ചിലുള്ളത്. ബാക്കി എല്ലാം 670, 770, 890 അങ്ങനത്തെ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 16 കളക്ഷൻസേ ഉള്ളൂ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് വന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ 14th ഫെബ്രുവരി സെക്കൻഡ് സാറ്റർഡേ 4 മണിക്കാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് രാത്രിയിലൊക്കെ വന്നിട്ട് എന്റെ മെസ്സേജിന് റിപ്ലൈ അയച്ചില്ല. എനിക്ക് പേഴ്സണലി എന്നെ കാണുമ്പോഴും എന്നോട് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് 4 മണിക്കാണ് നമ്മളിപ്പോ ലൈവ് പോകുന്നത്. കാരണം അപ്പം ഞാൻ 4 മണിയുടെ ലൈവ് കഴിഞ്ഞിട്ട് ചിലപ്പം ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഞാൻ റിപ്ലൈ അയക്കാത്തതല്ല. ഇപ്പൊ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ അയക്കാത്തതല്ല കേട്ടോ. പ്രേമ മാം ഹായ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് DW സീരീസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. D4 ഡൽഹി W4 എന്തുവാ
W4 ഇപ്പൊ എന്ത് കിട്ടും പെട്ടെന്ന്? വാച്ച്. ഓക്കെ. അപ്പൊ W4 വാച്ച്, D4 ഡൽഹി, DW സീരീസ് ആണ്. നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾ ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ലൈവ് മിക്കപ്പോഴും കയറാൻ പറ്റില്ലടാ, ഡ്യൂട്ടി പിന്നീട് കാണും. ഓക്കെ, നോ പ്രോബ്ലം. ലൈവ് പറ്റുന്നത് പോലെ കണ്ടാൽ മതി. ഓക്കെ. അപ്പൊ DW സീരീസ് ആണ്. നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്പർ മാത്രം നിങ്ങൾ പറഞ്ഞാലും മതി. ഓക്കെ, DW സീരീസ് ആണ്. ഇതാണ് ജിമുക്ക. എല്ലാം വിത്ത് ഇയറിംഗ്സ് ആണ് കേട്ടോ, എല്ലാം വിത്ത് ഇയറിംഗ്സ് ആണ്. ഇയറിംഗ്സ് ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അതെ, ഒന്നുമില്ല. അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കോഡ് നിങ്ങൾ നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. DW01 ആണ് ഫസ്റ്റ് സെറ്റ്. DW01 ഇതാണ്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ നെക്കിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലൈവ് എടുത്തിട്ട് നിങ്ങളൊന്ന് സ്വൈപ്പ് റൈറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻസ് ഇതായിട്ട് വരുമല്ലോ കേട്ടോ. അതായത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ്സ് കയറി വരും. അപ്പൊ ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഇങ്ങനെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ കമന്റ് എങ്ങനെയോ നിങ്ങളുടെ റൈറ്റോ ലെഫ്റ്റോ എങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഒന്നും കാണാതെ വരും. പിന്നെ ഈ 4 ഓർഡറിംഗ് എന്നൊക്കെ പറഞ്ഞ ലിങ്കിനകത്ത് ഓപ്പൺ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നിങ്ങളെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ കാണിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലോസപ്പിൽ വെക്കുമ്പോൾ കേട്ടോ. ലോങ് ആയിട്ട് വെക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല. പക്ഷെ ക്ലോസപ്പിൽ വെക്കുമ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ്സ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്തിടണം കേട്ടോ. അപ്പൊ ഇതാണ് DW01 ആണത്. 970 റുപ്പീസ് കേട്ടോ. 970. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് അനേബിൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഈ ലൈവിന്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫോളോ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഉണ്ട്. അപ്പൊ ആ ഫോളോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ആവും കേട്ടോ. ഓക്കെ. പിന്നെ നോൺ ഹിന്ദു ജാൻസി ജോസഫ്, ഇന്നത്തെ ലൈവില് നോൺ ഹിന്ദു കളക്ഷൻസ് വളരെ കുറവാണ്. ഒരു കഥകളിയുടെ ഐറ്റം മാത്രമേ ഉള്ളൂ. മാക്സിമം നമ്മൾ നോൺ ഹിന്ദു ഐറ്റംസ് ഇനിയും കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. കഴിഞ്ഞ DV സീരീസിനകത്തൊക്കെ നമ്മൾ നോൺ ഹിന്ദുവിന്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ് DW01, 970 റുപ്പീസ്. ഇത് ബോൾ ഇങ്ങനെ ബീഡഡ് ബോൾ സെറ്റുകളാണ്. അല്ലാത്ത ചെയിൻ വരുന്ന സെറ്റും 2-3 ബോൾസ് വന്നിട്ട് പിന്നെ ചെയിൻ വരുന്നതും ഒക്കെ ഇനി അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം ഫസ്റ്റ് സെറ്റ് ആണ്. DW01 ആണ്. 970. ജിമുക്കയും അതുപോലത്തെ തന്നെ ജിമുക്ക. ചെട്ടിനാട് ഫിനിഷ് ആണ്. ഇത് കാണിക്കുന്നതെല്ലാം ചെട്ടിനാട് ഫിനിഷ് ആണ്. ചെട്ടിനാട് ഗോൾഡ് ഫിനിഷ് ആണ്. ഡീപ് ഗോൾഡ് ഫിനിഷ് ആണ്. നോർമൽ ഗോൾഡിന്റെ ഫിനിഷ് അല്ല കേട്ടോ. നോർമൽ ഗോൾഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് കളക്ഷൻസിന്റെ ഷെയ്ഡ് അല്ല. ചെട്ടിനാട് ഫിനിഷ് ആണ്. ചെട്ടിനാട് ഗോൾഡ് ഷെയ്ഡ് ഫിനിഷ് ആണ്. ആന്റിക്കും അല്ല. ഓക്കെ, ചെട്ടിനാട് ഗോൾഡ് ഷെയ്ഡ് ഫിനിഷ് ആണ്. ഓക്കെ. DW01, 970. സൂപ്പർ ഞാൻ ഇതിന്റെ ഡിസൈൻ ഒന്ന് കാണിക്കാം. 970 കേട്ടോ. 970 DW01. അടുത്തത് DW02 ആണ്. ഒരു നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കഥകളി പെൻഡന്റ് സെറ്റ് ആണ് കേട്ടോ. കഥകളി പെൻഡന്റ് സെറ്റ് ആണ്. ഇതിന് മാച്ചിങ് ആയിട്ട് ഒരു കഥകളി ഇയറിംഗും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ വലിപ്പം. ഓക്കെ. കമ്മലിന്റെ വലിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കമ്മലിന് കാരണം ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സൈസിങ് മനസ്സിലാവും. DW02 ആണിത്. 990 റുപ്പീസ് കേട്ടോ. 990 ഇതാണ് കഥകളിയുടെ കമ്മല്. നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. ഞാനിത് ഇട്ടും കൂടെ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക് അതിന്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാകാൻ. DW02 ആണിത്. സെക്കൻഡ് കോഡാണിത്. 990. ഞാൻ ഈ കാണിക്കുന്ന മാലകളുടെ ഒക്കെ ലെങ്ത് ഇതാണ്. ഞാൻ ഈ നെക്കിൽ ഇടുന്നതിന്റെ ലെങ്ത് തന്നെയാണ് കാണിക്കുന്ന മാലകളുടെ എല്ലാം ലെങ്ത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് സൈസ് അല്ലെങ്കിൽ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചെയിൻ പർച്ചേസ് ചെയ്യുക. ആസ് ഓഫ് നൗ നമുക്കിപ്പം ഈ ഒരു നമ്മുടെ ഗോൾഡൻ ഷെയ്ഡിലുള്ള നോർമൽ ഗോൾഡ് ഷെയ്ഡിലുള്ളതിന്റെ ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലാത്തവര് മറ്റേ ഇത് മേടിക്കുക കേട്ടോ. എക്സ്ട്രാ ത്രെഡ് മേടിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് മാല. ഇത്തിരി ഒരു പിടുത്തം കാണും ചെയിനിന്. അത് ഫ്രഷ്ലി പ്ലേറ്റഡ് ഫ്രം ദി ഇതായതുകൊണ്ടായിരിക്കും. ഓക്കെ, കണ്ടോ? ഇതാണ് മാല.
ഇതാണ് കേട്ടോ മാല. DW02 ആണ്, 990 rupees. നല്ല നമ്മുടെ ഇതിന്റെ മാലയാണ് കേട്ടോ, കഥകളി. കൊടുത്തു. കഥകളി പെൻഡന്റ് സെറ്റ് ആണ്. ഇതാണ് കമ്മൽ. കമ്മൽ ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതാണ് കമ്മല്. കഥകളിയുടെ കമ്മലാണ്, സ്റ്റോൺസ് വെച്ചിട്ടുള്ള കമ്മലാണ്. ഇതാണ് ഇതിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് DW02 ആണ് ഈ സെറ്റ്. DW02 990 rupees കേട്ടോ. ഇതാണ് പെൻഡന്റ്. സെയിം കമ്മലിന്റെ തന്നെ ഡിസൈൻ ആണ് പെൻഡന്റ്. ഇതാണ് 990 കേട്ടോ. 990 ആണിത്. DW02 ആണിത്. 990. DW02 990. കമ്മൽ ഇതാണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന കമ്മലിന്റെ സൈസിങ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. DW02 990 rupees. ഓക്കെ, ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യണേ. അടുത്തത് DW03 ആണ്, 690 rupees. ഇതാണ് മാല. DW03 ആണ്. ക്ലോസപ്പിൽ ഇതേ കാണിക്കാം. എല്ലാം ബേസിക്കലി ലക്ഷ്മി ഡിസൈൻസ് തന്നെയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോൺസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് മൾട്ടി സ്റ്റോൺ ആണ്, അതായത് ഗ്രീനും റെഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയിൻ വന്നിട്ട് പെൻഡന്റ് ആണ് കാണിക്കുന്നത്. DW03 690. ഇതിന് സ്റ്റഡ് ആണ് കേട്ടോ. ഇതിന് സ്റ്റഡ് ആണ് ഇതായിട്ട് വരുന്നത്. സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റഡ് ആണ് വരുന്നത്. DW03 മൂന്നാമത്തെ കോഡ് 690 rupees. DW03 ആണ് 690 rupees കേട്ടോ. 690 രൂപ. അടുത്തത് DW04. അത് തന്നെയാണ് മാല, പക്ഷെ ഫുൾ സ്റ്റോൺസും റെഡ് ആയിട്ട് വരുന്നു. മറ്റേത് റെഡും ഗ്രീനും കൂടെ ആണെങ്കിൽ ഇത് ഫുൾ സ്റ്റോൺസ് റെഡ് ആണ് വരുന്നത്. DW04 ആണിത്. നാലാമത്തെ കോഡാണ് 690. ഇതെല്ലാം വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചെയിൻ വിത്ത് പെൻഡന്റ് സെറ്റ്സ് ആണ്. അത് നമ്മൾ ഇതിനകത്ത് ഇതിന്റെ പെൻഡന്റ് ഒക്കെ നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഊരിയെടുക്കുന്നത് മേളിലത്തെ ഈ വട്ടക്കണ്ണി കൊളുത്ത് ഊരിയിട്ട് നമുക്ക് പെൻഡന്റ് ആയിട്ട് എടുക്കാം. പക്ഷെ നിങ്ങൾ വേറെ ചെയിൻ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും വട്ടക്കണ്ണി കൊളുത്തുള്ളതിന് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലാത്തത് ഇടാൻ പറ്റില്ല. അതായത് നമ്മുടെ ഈ യു കൊളുത്ത് ഇട്ടിട്ട് ഇടുന്ന സാധനം ഉണ്ടല്ലോ, അതിലിടാൻ പറ്റില്ലേ. ഓക്കെ, അപ്പൊ ഇത് DW04 ആണിത്. ഇതും 690 rupees കേട്ടോ. 690. DW04 690 rupees. DW04 690 rupees. 690 രൂപ. DW04. അടുത്തത് DW05 ആണ്. നമ്മുടെ ഡബിൾ ലെയർ ചെയിൻ വന്നിട്ട് ഇതുപോലത്തെ ചെയിൻ വന്നിട്ട് ഒരു പെൻഡന്റ്, ഒരു റെഡ് സ്റ്റോൺ വന്ന്, ഹായ് അഞ്ജു മഞ്ജു, റെഡ് സ്റ്റോൺ വന്നിട്ട് ഉള്ള ഒരു പെൻഡന്റ് ആണ്. ഇത് ഗജലക്ഷ്മി സെറ്റ് ആണ്, മയൂരലക്ഷ്മി സെറ്റ് തന്നെയാണ്. DW05 ആണ്. അഞ്ചാമത്തെ സെറ്റ് ആണ്. 690 കേട്ടോ. 690 രൂപ. 690. 690 രൂപ. 690 ആണ്. DW05 ആണ്. 690. രാജി ഹായ്. DW05 അഞ്ചാമത്തെ സെറ്റ് ആണിത്. ഇത് സ്റ്റോൺ വന്നിട്ടുള്ള സെറ്റ് ആണ്. അതായത് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ. ഫ്രണ്ടിൽ റെഡ് സ്റ്റോൺ ആണ്, നല്ല ബ്രൈറ്റ് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ. DW05 ആണ്. 690. 690 രൂപ. 690. DW05 690. പെൻഡന്റ് ഇതേ ക്ലോസപ്പിൽ ഞാൻ കാണിക്കാൻ. ഇങ്ങനെയാണ് കേട്ടോ പെൻഡന്റ്. DW05 690. 690. അടുത്തത് DW06 ആണ്. 970. ഞാൻ ആദ്യമേ കാണിച്ച അതേ മാല പോലത്തെ തന്നെ ബീഡ്സ് വരുന്ന മാലയാണിത്. DW06 ആണ്. ഇതിനും 970. ഹായ് അമൃത. DW06 ആണ്. 970. ഇതിന്റെ കമ്മൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. മൾട്ടി സ്റ്റോൺസ്, മൾട്ടി ബീഡ്സ് ആണ് താഴെ വന്നിരിക്കുന്നത്. അതായത് റെഡും ഗ്രീനും, അതായത് മെറൂണും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ജിമുക്കിയാണ്. എല്ലാം മീഡിയം സൈസ് ജിമുക്കിയാണ് കേട്ടോ. ഒത്തിരി വലിപ്പമൊന്നുമില്ല. മാലയുടെ ലോക്കറ്റിന്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഈ അമ്പലത്തിന്റെ ഒരു പണിയുടെ അതുപോലെ തൂണുകൾ പോലെ ഉള്ള ഡിസൈനകത്ത് നടുക്ക് ദേവി ഇരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. ടെമ്പിൾ വർക്ക് ആണ്. DW6 ആണ്. 970. DW6 ആണ്. 970. 970. അമിത പ്രശോഭ് ഹായ്ഡാ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണേലും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കൂ പ്ലീസ്. 6th കോഡാണിത്. 6ാമത്തെ കോഡ്. അയ്യോ കമ്മലും ഉണ്ട്. DW6 ആണ്. 970. 970. കോഡിന്റെ
സ്ക്രീൻഷോട്ട് വേണമെന്നില്ല, നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ കോഡ് മാത്രം മതി. അപ്പൊ നിങ്ങൾ കോഡ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ. മറക്കരുത്, കോഡ് വെച്ച് മാത്രം നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് കോഡ് തെറ്റാതെയും ഓർഡർ പ്ലേസ് ചെയ്യാം. അമ്പിളി അനീഷ് ഹായ്. അടുത്തത് എഗെയിൻ നമ്മൾ ചെയിൻ വന്നിട്ട് നമ്മുടെ ഈ മുറുക്ക് മാലയുടെ ചെയിൻ വന്നിട്ട് ഉള്ള പെൻഡന്റ് ആണ്. ഇതാണ് ലെങ്ത് ഇതൊരു മീഡിയം സൈസ് ലെങ്ത് ആണ് നിൽക്കുന്നത്, മിഡ്ഹാരം പോലെ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ത്രെഡ് മേടിക്കുക കേട്ടോ. ഇതാണ് ലെങ്ത് മാക്സിമം നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഇതുപോലത്തെ ഞാനിപ്പോ ഉടുത്തിരിക്കുന്ന പോലത്തെ കാഞ്ചീപുരം സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. DW7 ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ലെങ്ത് പറയണേ, ഞാൻ പറയുന്നുണ്ട് വിനീത. ഇപ്പൊ ഇതൊക്കെ ഇത് 7 പിടിയാണ് ഏകദേശം. അപ്പൊ നിങ്ങൾക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ത്രെഡ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. DW7 ആണിത്, 7ാമത്തെ കോഡാണ്. ഇത് ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ബീഡ്സ് താഴെ വരുന്നതാണ്. കമ്മലിനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളറാണ് ബീഡ്സ് താഴെ വരുന്നത്. 7ാമത്തെ കോഡ് 870 റുപ്പീസ്, 870 രൂപ. നോക്കിക്ക് 870. ഇതും അഗൈൻ ഗോപുരം ഡിസൈൻ മേളി വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ അകഭാഗം ഒക്കെ ഇരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി DW07 870 എക്കണോമി കളക്ഷൻസ്. ഓക്കെ, 870 DW7. 7ാമത്തെ കോഡാണ്. DW7 ആണ്, 870 DW7. അടുത്തത് DW8 ആണ്. ഞാനിപ്പോ കാണിച്ച അതേ സെറ്റിന്റെ തന്നെ ഫുൾ ഗ്രീൻ ആണ്. ഞാൻ മുന്നേ കാണിച്ചതിൽ ഇടയ്ക്ക് റെഡ് സെറ്റ് ആയിരുന്നു വന്നിരുന്നത്. ഇതിപ്പോ ഇടയ്ക്ക് ഗ്രീൻ ആണ്. അതായത് ഈ സ്റ്റോൺസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. മുന്നേ കാണിച്ചത് ഇത് ഫുള്ള് റെഡ് ആണ്, ഇത് ഫുള്ള് ഗ്രീൻ ആണ്. ഓക്കെ, 8ാമത്തെ കോഡാണ്. ഇതും 870. ഇതിന്റെ മുന്നേ കാണിച്ചത് റെഡും ഗ്രീനും കൂടെ മിക്സ് ആണ്, ഇത് ഗ്രീൻ മാത്രം. ഓക്കെ, DW8 ആണ്, 870 കേട്ടോ. 870 DW8 8ാമത്തെ കോഡാണ്. 870 870. കമ്മലും വരുന്നുണ്ട്. കമ്മലിന് സ്റ്റോണില് ഫുള്ള്, മാലയില് ഫുള്ളും സ്റ്റോൺ ആണ്. അതിന്റെ താഴെയായിട്ട് അകത്തോട്ട് കയറിയിരിക്കുന്നതാണ് വീടെ. ഓക്കെ, അടുത്തത് DW9 ആണ്. മുന്നേ കാണിച്ച ആ ഒരു ചെയിൻ മാലയുടെ പോലത്തെ തന്നെ ഡിസൈൻ ആണ്, പക്ഷെ പെൻഡന്റ് ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. പെൻഡന്റിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മറ്റേതിന്റെ അതേ പെൻഡന്റ് അല്ല ഇത്. ഇത് കുറച്ചുകൂടെ ഒരു കുഞ്ഞു പെൻഡന്റ് ആണ്. എഗെയിൻ അത് ഇതിന് പീകോക്ക് ഇല്ല. ഇതിന് പീകോക്ക് ഇല്ല, ദേവി മാത്രമേ ഉള്ളൂ. ചുറ്റും ഇങ്ങനെ ഒരു ഡിസൈനർ ആയിട്ട് വരുന്നത്, അടുക്ക് റെഡ് സ്റ്റോൺ വരുന്നത്. DW9 ആണത്. 9ാമത്തെ സെറ്റ് ആണ്, 690. ഡിസൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ പ്രൈസ് സെയിം ആണ്. 9ാമത്തെ സെറ്റ് ആണ്, 690. കമ്മലും ഉണ്ട്, സ്റ്റഡ് ആണ് കമ്മല്. സ്റ്റഡിന്റെ പുറകില് പ്രസ് ടൈപ്പ് ആണ് കേട്ടോ പുറകില്. DW9 9ാമത്തെ സെറ്റ് 690. അടുത്തത് DW10 ആണ്. ഇത് കുറച്ച് വലിയ പെൻഡന്റ് വരും, പക്ഷെ സൈഡിൽ ഇങ്ങനെ 3-4 ബീഡ്സ് വന്നിട്ടുള്ള സെറ്റ് ആണ്. DW10 970. 10ാമത്തെ സെറ്റ് ആണിത്, 970. കമ്മല് ഇതുപോലത്തെ കമ്മല് താഴെ റെഡ് ബീഡ്സ് ആണ്. DW10 ആണ്, 970. പെൻഡന്റിന് മയൂരലക്ഷ്മി പെൻഡന്റ് ആണ്, നല്ല ഗ്രാൻഡ് പെൻഡന്റ് ആണ്, വലിയ ലോക്കറ്റ് ആണ് കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കാം. DW10 ആണ്, 10ാമത്തെ സെറ്റ് 970. ഓർഡർ പ്ലേസ് ചെയ്യുന്നത് 9995679596 മാത്രമേ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലും ആ നമ്പറിൽ മാത്രമേ എൻക്വയറീസ് പ്ലേസ് ചെയ്യാവൂ. ഈവൻ എന്തെങ്കിലും കൊറിയർ ട്രാക്കിംഗ് ആണെങ്കിലും ആ നമ്പറിൽ മാത്രമേ നിങ്ങളെ മെസ്സേജ് അയക്കാവൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോണിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ടോ വന്നിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ആ മെയിൽ ഐ ഡി കയറി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നമ്മളിലേക്ക് വരിക. പിന്നെ ഫോൺ നമ്പർ എല്ലാം പ്രോപ്പർ ആയിട്ട് തരാനായിട്ട് ശ്രമിക്കുക. നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു നമ്പർ വല്ലതും വിട്ടുപോയെന്ന് വരും. അപ്പൊ എവിടെയെങ്കിലും നിങ്ങളുടെ നമ്പർ അഡ്രസ്സ് സേവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തരുവാണെങ്കിലും നമ്പർ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ നമ്പർ വേറെ ഒന്നും നമ്മൾ മോഡിഫൈ ഒന്നും ചെയ്യില്ല, നമ്മൾ ടൈപ്പും ചെയ്യുന്നില്ല. നിങ്ങൾ തരുന്ന നമ്പർ അതേപടി എടുത്ത് ഞങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ കയറ്റി നമ്മൾ ഫീഡ് ചെയ്യുകയാണ്. നമ്മൾ നമ്പർ കറക്റ്റ് ആണെന്നൊന്നും നോക്കുന്നില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ചാറ്റ് ചെയ്യുന്ന നമ്പർ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നമുക്ക് അഡ്രസ്സിൽ തരുന്ന നമ്പർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന നമ്പർ തന്നെ ആയിരിക്കാം നിങ്ങൾ അഡ്രസ്സ് തരുന്ന നമ്പർ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ നമ്മൾ രണ്ടും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യണമെന്നില്ല സെയിം നമ്പർ ആണോ എന്ന്. നമ്മൾ ആ നമ്പർ അതേപടി എടുത്ത് നമ്മൾ ഫീഡ് ചെയ്ത് നമ്മൾ കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്പർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൊറിയർ പാർട്ട്നേഴ്സിന് നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് സ്ഥിരം തരുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങളുടെ ആ നമ്പർ
ലേക്ക് OTP വന്നാൽ മാത്രമേ ഉള്ളൂ കൊറിയറുകാർക്ക് നിങ്ങൾക്ക് കൊറിയർ തരാൻ പറ്റുള്ളൂ. അപ്പൊ OTP തന്നില്ലെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോകും. അവരങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജോലി പോകുന്ന പരിപാടിയാണ്. അപ്പൊ അത് കാരണം നമ്മളെ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ സാധനം തിരിച്ചെടുത്തോണ്ട് പോയി. അത് ചെയ്യുന്നത് എങ്ങനെയാ ശരിയാവുന്നത് നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ പോരെ. നമ്മൾ വിളിച്ച് പറഞ്ഞാലും അവർ ചെയ്യില്ല. കാരണം OTP ഡെലിവറി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നമ്മളെല്ലാം സിസ്റ്റം വഴി ചെയ്യുന്നത് കാരണം നമുക്ക് നമ്പർ ത്രൂ മാത്രമേ നമ്മൾ കൊറിയർ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ അങ്ങനത്തെ പലതരത്തിലുള്ള ഫ്രോഡും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നമ്പർ കറക്റ്റ് ആയിട്ട് തരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ശ്രമിക്കണം എന്നല്ല, ശ്രദ്ധിക്കണം. DW10 ആണിത് 970, 970 ആണിത് 970. ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. ഫ്രീ ഷിപ്പിംഗ് വിത്തിൻ ഇന്ത്യ. എങ്ങോട്ടാണെങ്കിലും ഇതാണ് ഇതിന്റെ ലെങ്ത്. കണ്ടോ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ ലെങ്ത്തിൽ നിൽക്കും. ഏകദേശം നിങ്ങളുടെ ബ്ലൗസ് ലൈനിനെക്കാട്ടിലും കുറച്ചും കൂടെ താഴെ നിൽക്കും. 970 കേട്ടോ, DW10. അടുത്തത് ഞാൻ മുന്നേ കാണിച്ച ആ ഒരു റെഡിന്റെ നമ്മുടെ മയൂരലക്ഷ്മി പെൻഡന്റ് സെറ്റിന്റെ തന്നെ ദേവി മയൂരലക്ഷ്മി വരുന്ന മയില് വരുന്ന പിങ്ക് സ്റ്റോൺ വരുന്ന സെറ്റാണ്, സോറി ഗ്രീൻ സ്റ്റോൺ വരുന്ന സെറ്റാണ്. 11ാമത്തെ സെറ്റാണ്. 690. എല്ലാരും ഒന്ന് ഷെയർ ചെയ്യണേ. 690 ആണിത്. 690 ആണ് 690. DW11 ആണ് കേട്ടോ. 690 DW11. 11ാമത്തെ സെറ്റാണിത്. DW11 ആണിത്. 690. ഓക്കെ, ഗ്രീൻ സ്റ്റോൺ വരുന്നു മുകളില്. അടുത്തത് DW12 ആണ്. സെയിം സെറ്റ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ മുകളിൽ കോറൽ സ്റ്റോൺ ആണ്. ഇതാണ് നമ്മൾ പ്രൊമോയിൽ കൊടുത്തിരുന്ന സെറ്റ്. 12ാമത്തെ സെറ്റാണ്. 690, 690. 12ാമത്തെ സെറ്റ് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റാണ്. നല്ല എല്ലാത്തിനും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇറക്കിയതെങ്കിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. DW11 ആണിത്, സോറി 12 ആണ്. 690. 12ാമത്തെ സെറ്റ് 690. DW12. ഇല്ല ഉമാ മാം, അതെന്റെ പേഴ്സണൽ കളക്ഷൻ ആണ്. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ സെറ്റുകളാണ്, വളരെ പണ്ടത്തെ സെറ്റാണ്. എന്റെ പേഴ്സണൽ സെറ്റാണ്. DW12 ആണ്. 690, 690. 690 DW12. 12ാമത്തെ ഞാൻ ഇട്ടിരിക്കുന്ന ഗ്രീൻ ബാങ്കിൾ അവൈലബിൾ അല്ലെങ്കിലും ഈ ബാംഗിൾസ് ഉണ്ട്, നമ്മുടെ റെയിൻബോ ബാംഗിൾസ്. അടുത്തത് DW14 ആണ്. 14ാമത്തെ സെറ്റാണ്. അതും 690. DW14, 690. ഇത് നമ്മള് ഇതിന്റെ തന്നെ റെഡ് കാണിച്ചിരുന്നു. ഇനി 5 എണ്ണം കൂടെ ഉള്ള DW14 ആണ്. 690. ഇത് ദേവി ഇല്ലാത്തത്, അതായത് മയിലില്ലാത്ത സെറ്റാണ്. DW14, 14ാമത്തെ സെറ്റാണിത്. 690. 14 കേട്ടോ, 14ാമത്തെ സെറ്റാണ്. 690. DW14. ഓക്കെ, 690 DW14. അടുത്തത് DW15 ആണ്. അഗെയിൻ നമ്മളുടെ ആ ഒരു പിങ്ക് ഗ്രീൻ സ്റ്റോൺ വരുന്ന മാല തന്നെയാണ്. പക്ഷെ ഇതിന്റെ ബീഡ്സ് വന്നിട്ട് കുഞ്ഞു 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 ഇതാണ്, ഇതുപോലത്തെ ബീഡ്സ് ആണ്. കുട്ടി കുട്ടി ബോൾ ബീഡ്സ് ആണ്. മണിമാലയിൽ വന്നിരിക്കുന്ന സെറ്റാണ്. ലോക്കറ്റിന്റെ ഡീറ്റെയിൽ ഡിസൈൻ. DW15 ആണ്. 15ാമത്തെ സെറ്റാണ്. 690. 690 കേട്ടോ. DW15 ആണ്. 690 rupees, 690. DW15. 15ാമത്തെ കോഡാണ് ഇത്. DW15 ആണ്. 690. അടുത്തത് DW16 ആണ്. എഗെയിൻ നമ്മളുടെ ആ ഒരു ഇതേ സെയിം ഡിസൈൻ വന്നിരിക്കുന്ന സെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ സാധാരണ ചെയിനും ഇഷ്ടമില്ല, എന്നാൽ ഫുൾ ബീഡ്സും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. അതായത് ചെയിൻ വന്നിട്ട് 2 ബീഡ്സ് വന്നിട്ട് ചെയിൻ. DW16 ആണത്. 690. 16ാമത്തെ കോഡ് 690. വട്ടക്കണ്ണി കൊളുത്തിട്ടാണെങ്കിലും നമുക്ക് ഇതിന്റെ ചെയിൻ ലെങ്ത് നമുക്ക് കൂട്ടിത്തരാം. പക്ഷെ വട്ടക്കണ്ണി കൊളുത്തിന് കുറച്ച് ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. ചെട്ടനാട് ഷെയ്ഡിന്റെ അല്ല നമ്മുടെ ഇപ്പൊ ഇരിക്കുന്നത്. ആ ചെയിൻ ഒന്ന് കാണിക്കും. DW16 ആണ്. 690 rupees, 690 രൂപ. ഇത് എക്സ്റ്റൻഷൻ ചെയിൻ ഇട്ടിട്ട് നമുക്ക് തരാം. മേളത്തെ പെട്ടി ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ചെയിൻ ഇട്ട് നമുക്ക് തരാം. ഇതാണ് കളർ ഡിഫറൻസ്. ഇത്രേ കളർ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇത് ചെട്ടിനാട് ഷെയ്ഡ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഗോൾഡ് ഷെയ്ഡ്. വലിയ കളർ ഡിഫറൻസ് വരുന്നില്ല കേട്ടോ. അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചെയിനിൽ നിങ്ങൾക്ക് ഇത് തരണമെന്നുണ്ടെങ്കിൽ, അതായത് ചിലർക്കുണ്ട് ഈ മാലകളെല്ലാം നല്ലതാ പക്ഷെ ഇതിനൊന്നും നീളമില്ല എന്നുള്ള കംപ്ലൈന്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം.
മാക്സിമം ഈ ഒരു ലെങ്ത്തിൽ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും വരെ ഇതിന്റെ ലെങ്ത് കൂട്ടാം. കണ്ടോ, ഈ ചെയിന്റെ ഫുൾ ലെങ്ത്തിൽ ഞാൻ എടുത്തു. എന്നിട്ട് ഇവിടെ ഞാനിത് നമ്മൾ ഇങ്ങനെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, മാഡം ഗോൾഡ് മോട്ടീവ് ഇല്ലാത്ത ഇന്നത്തെ ലൈവില് ഇല്ല ഫാത്തിമ, വെരി സോറി. എല്ലാം നമുക്ക് ഈ ടൈപ്പ് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിത് ഈ ഒരു ലെങ്ത്തും കൂടെ കൂട്ടിയിടുവാണെങ്കിൽ ഇത്രയും ലെങ്ത് കിട്ടും. അതായത് എക്സ്റ്റൻഷൻ ചെയിൻ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ അതായത് ഞാൻ ഇപ്പൊ ഒന്ന് ഇട്ട് കാണിക്കാം. എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ടെങ്കിൽ കേട്ടോ, എക്സ്റ്റൻഷൻ ചെയിൻ ഞാൻ കാണിച്ച എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ലെങ്ത്തിൽ കിട്ടും. എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ടെങ്കിൽ ഇത്രയും ലെങ്ത് കേട്ടോ. ഈ ചെയിൻ ഇങ്ങനെ ഫുൾ ലെങ്ത് ഇട്ടിട്ട് ഇത്രയും ലെങ്ത് കിട്ടും എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ടെങ്കിൽ. അത് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ തെറ്റിപ്പോരുത്. എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ടെങ്കിൽ, അതായത് ഈ എക്സ്റ്റൻഷൻ ചെയിൻ നമ്മുടെ കയ്യിലുള്ളതാണ്. ഇത് എക്സ്ട്രാ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലെങ്ത് കിട്ടും. ഓക്കെ, ഇതാണ് എക്സ്റ്റൻഷൻ ചെയിൻ. ഞാനിപ്പോ എക്സ്റ്റൻഷൻ ചെയിൻ ഇല്ലാണ്ട് ഞാൻ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര ഒരു 7 പിടി ലെങ്ത് കിടക്കും. ഇവിടെ കിടക്കും. ഇത് എക്സ്റ്റൻഷൻ ചെയിൻ ഇല്ലാണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഏകദേശം നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ത്രെഡ് ചെയിൻ നിങ്ങൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ കിടക്കും. 10 പിടിയിലോട്ട് നീളും. ഇതിപ്പോ 7 പിടി ലെങ്ത്തിലാണ്. അതും കൂടെ മേടിക്കുകയാണെങ്കിൽ 10 പിടി ലെങ്ത്തിലേക്ക് കിടക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. DW16 ആണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. 690 രൂപയാണ്. ഇതുപോലെ തന്നെ എല്ലാം എക്സ്റ്റൻഷൻ ചെയിന്റെ പ്രൈസ് 120 റുപ്പീസ് ആണ് സീന. ഓക്കെ, 690 റുപ്പീസ് ആണ് കേട്ടോ ഇത്. അടുത്തത് DW17 ആണ്. പിന്നെ എക്സ്റ്റൻഷൻ ചെയിൻ മാത്രമായിട്ട് സെല് ചെയ്യുന്നില്ല. ഓക്കെ, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എക്സ്റ്റൻഷൻ ചെയിൻ മാത്രമായിട്ട് സെല് ചെയ്യുന്നില്ല. മയൂരിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ചെയിൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, DW17 ആണ് അടുത്തത്. 690. സെയിം ഡിസൈൻ അല്ല, സെയിം പാറ്റേൺ ആണ്. ലോക്കറ്റിന് മാത്രം വ്യത്യാസം. DW17 690. 17ാമത്തെ കോഡാണ് 690. DW17 17 690. DW17 ആണ് കേട്ടോ, 690. DW17. അടുത്തത് DW18 ആണ്. അഗെയിൻ സെയിം പാറ്റേൺ, സെയിം ഡിസൈൻ, പക്ഷെ സ്റ്റോൺ മാത്രം ഡിഫറൻസ്. DW18 690. 18 ആണ് 690. DW18. 18ാമത്തെ കോഡാണ് 690. DW18. 18ാമത്തെ കോഡ് 690. DW18. അടുത്തത് DW19. 2 ലെയർ ചെയിൻ വന്നിട്ടുള്ള സെറ്റ് ആണ്. DW19 അഗെയിൻ 690. നടുക്ക് റെഡ് സ്റ്റോൺ. DW19. എല്ലാം നല്ല പെൻഡന്റ് സെറ്റുകളാണ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ആ ഒരു നക്ഷി ഡിസൈൻ വരുന്ന ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇത് താഴെ ഇത് ഗജലക്ഷ്മിയാണ് കേട്ടോ. താഴെ തെയ്യേണ്ട ആനയുടെ ഡിസൈൻ ഒക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. DW19 ആണ് 690. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. എനിക്ക് ഈ മാലകളെല്ലാം പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള മാലകളാണ്. കണ്ടോ, എല്ലാം നമുക്കിങ്ങനെ ചെയിൻ മാത്രമായിട്ട്. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന മാല ഞാനൊന്ന് ഊരിയാണെങ്കിലും കാണിച്ചു തരാം. ഇങ്ങനെ നമുക്കിടാം. ഒരു സാരിയുടെ കൂട്ടത്തിലാണെങ്കിലും ഇങ്ങനെ ഇത് ലോക്കറ്റ് ആയിട്ട് മാത്രമായിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. കാരണം ഈ ലോക്കറ്റ് ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ലോക്കറ്റ് ആണ്. അപ്പൊ ഈ ലോക്കറ്റ് മാത്രമായിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു 7 പിടിയിൽ ഇങ്ങനെ കഴുത്ത് വട്ടം കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. കണ്ടോ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു മാല ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് കണ്ടത്. ഓക്കെ, നോ പ്രോബ്ലം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരുന്ന് കണ്ടോളൂ. ഓക്കെ, DW19 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 690. 690 രൂപ. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചെട്ടനാട് പെൻഡന്റ് സെറ്റ്സിന്റെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ടോട്ടലി 19 സെറ്റ് നമ്മൾ ഇന്ന് കാണിച്ചു. അപ്പം എല്ലാവരും ഫ്രീ കഴിഞ്ഞല്ലോ, ലൈവ് കഴിഞ്ഞു. പിന്നെ നോട്ടിഫിക്കേഷൻസ് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യൂ. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ പിങ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ DW19 690 റുപ്പീസ്. പിന്നെ ഈ സൈഡില് ഇപ്പൊ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ സൈഡിൽ ഒരു ഫോളോ ബട്ടൺ ഉണ്ട്. അതിൽ നിന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ലൈവ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ അത് കണ്ടോ, ഈ ഫോളോ എന്ന് പറഞ്ഞാണ്
ദേ ഇങ്ങനെ ഫോളോ എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഫോളോ, ഇതൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഫോളോ മാറി ഫോളോ എന്ന് മാത്രം, അതായത് W കാണാതെയാവും. അപ്പൊ നിങ്ങൾ ഫോളോയിങ് ആണെന്ന് അർത്ഥം. അത് കാരണം ഫോളോയിങ് എന്നുള്ളത് മുഴുവനോട് അവിടെ കാണത്തില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും അതൊന്ന് മേക്ക് ഷുവർ ചെയ്യൂ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യൂ. ഫോളോ ചെയ്താൽ മാത്രം പോരാ, ലൈക്കും കൂടെ ചെയ്യണം. കാരണം ഫോളോയിങ്ങിൽ മാത്രം നിങ്ങൾക്ക് എല്ലാം ചിലപ്പോൾ കിട്ടണമെന്ന് വരത്തില്ല. ലൈക്ക് ചെയ്യണമെങ്കിൽ പേജിനകത്ത് കയറി ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചെട്ടനാട് പെൻഡൻ സെറ്റ്സിന്റെ കളക്ഷൻസ് ഇന്ന് നമ്മുടെ ലൈവ് കഴിഞ്ഞു. ഇനിയിപ്പം നാളെ ലൈവ് ഉണ്ടോ എന്ന കാര്യം അറിയിക്കാം. ഉണ്ടെങ്കിൽ തന്നെ ഏതാണെന്നും അറിയിക്കാം. ഇന്ന് എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാട്ടോ ഈ സമയത്ത് വന്നത്. നാളെ അവധിയാണ്. ഇന്ന് എല്ലാവർക്കും ആർക്കും വർക്കും ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റാ.